ഗോൾഡൻ സീഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വിഷയമെന്ന് വെച്ചാൽ പാവയ്ക്കയുടെ വിളവെടുപ്പാണ്. പാവയ്ക്കയുടെ 4ാമത്തെ വിളവെടുപ്പാണ് നമ്മളീ കാണിക്കുന്നത്. അന്നെങ്ങും കുറച്ചെങ്കിലും കിട്ടിയെങ്കിലും ഇപ്രാവശ്യം നമുക്ക് കിട്ടി. നമ്മളിപ്പോൾ കിട്ടിയ 2-3 പ്രാവശ്യമായിട്ട് നമ്മളുടെ തൊട്ടടുത്ത ഒരു കടയിൽ കൊണ്ടാണ് കൊടുത്തിരുന്നത്. സംഭവം നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ വെച്ചത് എങ്കിലും നമ്മളുടെ ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് കായ്ഫലം ഇതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. സന്തോഷവും സമാധാനവും കണ്ണിന് കുളിർമയും മനസ്സിന് സന്തോഷവുമേകുന്ന ഒരു നിമിഷമായിരുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി നമ്മളായിട്ട് തന്നെ നമ്മളുടെ അടുക്കളയിലെ തോട്ടത്തിൽ ചെറുതായിട്ട് ഓരോ കൃഷികൾ പച്ചക്കറി കൃഷികൾ ചെയ്യുവാണെങ്കിൽ വളരെ ഉപകാരം. വിഷരഹിതമായ പച്ചക്കറികൾ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉള്ള സ്ഥലപരിധിയിൽ നമുക്ക് ഓരോ പച്ചക്കറികൾ വെച്ച് പിടിപ്പിക്കും. പാവയ്ക്കയ്ക്ക് നല്ല വിളവെടുപ്പാണ് നമുക്ക് കിട്ടിയത്. എന്തായാലും നമുക്ക് ഇപ്രാവശ്യം നല്ല രീതിയിലുള്ള, കഴിഞ്ഞ വർഷം ഇട്ടിരുന്നു, കുറച്ചായിരുന്നു ഞങ്ങൾ ചെറുതായിട്ടാണ് ഇട്ടത്. ഇപ്രാവശ്യം ഇട്ടത് നല്ല രീതിയിൽ തന്നെ ഇട്ടിരുന്നു. നമുക്ക് ഒരുമാതിരി കുഴപ്പമില്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് ഞങ്ങൾ തൊട്ടടുത്തൊരു കടയിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു. 3-4 പ്രാവശ്യമായി കുറേശ്ശായിട്ട് നമ്മൾ കൊണ്ട് കൊടുക്കുന്നു. നല്ല രീതിയിലുള്ള പരിചരണം അതിനാവശ്യമാണ്. പച്ചില വളവും ചാണകവും ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ നല്ല വിളവ് കിട്ടും. ഇന്ന് കുറച്ചാണ് 2 കിലോ എടുത്താണ് നമുക്ക് കിട്ടിയത്. എങ്കിലും നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് കൂടുതൽ അതുണ്ട്. നമുക്ക് ഇതുകൊണ്ട് കൊടുക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.